ഗുഡ് ഈവനിങ്. അങ്ങനെ നമ്മൾ നമ്മുടെ ലിറ്ററൽ ലെൻസിന്റെ 50 എപ്പിസോഡ് പിന്നിട്ടുണ്ട്. ഇതായിപ്പോ അടുത്ത ഹാഫ് സെഞ്ചുറിയിലേക്കുള്ള യാത്ര തുടരുകയാണ്. അങ്ങനെ നമ്മളെ ഈ 51ാമത്തെ എപ്പിസോഡിൽ നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഈ ഒരു വേദി കണ്ടിട്ട് ഇതില് ഒരു പ്രസന്റേഷൻ നടത്തണം, റിവ്യൂ പറയണമെന്ന് പറഞ്ഞിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചു വന്ന നമ്മുടെ സ്വന്തം സെക്കൻഡ് ഇയർ മാത്സിലെ സഫായുടെ ഹസ്ബൻഡ് ഷെയ്ബാണ്. അപ്പോ ഷെയ്ബിനെ എത്രയും സ്നേഹത്തോടു കൂടി ഞങ്ങളുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. താങ്ക്സ് ഫോർ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മുന്നിട്ട് വന്നതിന് വളരെ നന്ദി. ഞങ്ങൾക്ക് വളരെ സന്തോഷം, ഓണറിംഗും ആണ് ഈ ഒരു അവസരം. താങ്ക് യു വെരി മച്ച്. ഗുഡ് ഈവനിങ് എവരി വൺ. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളുടെ ഈ പ്രോഗ്രാം വളരെ നല്ലൊരു പ്രോഗ്രാമാണ്. ഇതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനി ഈ പ്രോഗ്രാം ഒരുപാട്, ഞാൻ ഓഡിയോബിൾ അല്ലേ, കേൾക്കുന്നില്ലേ? ഹലോ, ഓക്കെ. ഒരുപാട് എപ്പിസോഡുകൾ കഴിയട്ടെ. ഒരുപാട് ആളുകൾ ഇതിൽ വന്നിട്ട് ഒരുപാട് കഥകളും ഒരുപാട് റിവ്യൂകളൊക്കെ പറയാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ പറയാൻ പോകുന്ന പുസ്തകത്തിന്റെ പേര് റിജക്ഷൻ പ്രൂഫ് എന്നാണ് പുസ്തകമാണ്. ഇത് എഴുതിയിട്ടുള്ള ജിയാങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പോ ഈ പുസ്തകത്തിന്റെ ഒരു കാറ്റഗറി ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഒരു സെൽഫ് ഹെൽപ്പിംഗ് ബുക്ക് അല്ലെങ്കിൽ സൈക്കോളജി ബുക്ക് എന്നൊക്കെ ഒരു കാറ്റഗറൈസ് ചെയ്യാം ഈ പുസ്തകത്തിനെ. ഈ പുസ്തകം ഉടനീളം പറയുന്നത് നമ്മൾ എങ്ങനെ നമുക്ക് ഒരു റിജക്ഷൻ എങ്ങനെ ഫേസ് ചെയ്യാം എന്നാണ് ഈ പുസ്തകം. എങ്ങനെ ഓവർകം ചെയ്യാം, ആ റിജക്ഷൻ എങ്ങനെ ഫേസ് ചെയ്യാന്നൊക്കെയാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. നമുക്കൊരു പൊതുവെ നമുക്ക് എല്ലാവർക്കും ഒരു ഫിയർ ഉണ്ട് അല്ലെ? ഒരു കാര്യം ചോദിക്കുന്നു, ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ടൊക്കെ ചോദിക്കുന്നു, നോ കിട്ടുമോ എന്നുള്ള പേടി. ഫോർ എക്സാമ്പിൾ, ഒരു ജോബ് ഇന്റർവ്യൂവിന് പോകുമ്പോൾ അങ്ങനെ പല സാഹചര്യങ്ങളും നമുക്ക് നോ കിട്ടുമോ എന്നുള്ള പേടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാറില്ല, ചോദിക്കാറില്ല. അപ്പൊ ഈ പുസ്തകത്തിൽ പറഞ്ഞത് ഒരുപാട് നമ്മുടെ അവസരങ്ങളാണ് നഷ്ടപ്പെടുത്തുന്നത്. അപ്പൊ ഇതെങ്ങനെ ഓവർകം ചെയ്യാം എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പോ ഈ ജിയാങ് ജനിച്ചത് ബീജിങ്ങിലാണ്, ചൈനയിലെ ബീജിങ്ങിലാണ് അദ്ദേഹം ജനിച്ചത്. പിന്നീട് ഇദ്ദേഹം USA ഇദ്ദേഹം മൂവ് ചെയ്ത് അവിടുന്ന് പിന്നെ പ്രശസ്തമായ ഡൂക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹം ബിരുദമൊക്കെ നേടി. നല്ല ഒരു ഫോർച്യൂൺ 500 കമ്പനിയിൽ ഇദ്ദേഹം ജോലിയിലൊക്കെ കയറി. അവിടുന്ന് മാരേജ് കഴിച്ച് നല്ല വെൽ സെറ്റിൽഡ് ആണ്. അപ്പോ ഇദ്ദേഹം ചെറുപ്പം മുതലേ അദ്ദേഹത്തിന് ഒരു ആഗ്രഹം ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്റർപ്രണർ ആവണം, ഒരു ബിസിനസ് മാൻ ആവണം, ഒരു ബിൽ ഗേറ്റ്സിനൊക്കെ പോലെ വലിയൊരു എന്റർപ്രണർ ആവണമെന്ന് അദ്ദേഹത്തിന് വളരെ ആഗ്രഹം ഉണ്ടാകുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇതിനു വേണ്ടി ശ്രമങ്ങളൊക്കെ നടത്തായിരുന്നു. അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ കമ്പ്യൂട്ടർ കോഡിംഗ് ഒക്കെ പഠിച്ച്. അപ്പൊ ഈ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഒരു ഐഡിയ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതായത് ഒരു ഷൂവിന്റെ ഉള്ളിൽ ഒരു റോളർ ബ്ലേഡ് ഷൂവിന്റെ ഉള്ളിൽ ഒരു റോളർ വെച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെന്ന്. ഇത് ഇദ്ദേഹത്തിന്റെ അമ്മാവനോട് ചെന്ന് പറഞ്ഞ്, അതായത് അങ്കിളോട് ചെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് റിജക്ട് ചെയ്ത്. അതിന് ഭയങ്കര അദ്ദേഹം വിഷമിച്ചിട്ട് പിന്നെ അത് ഉപേക്ഷിച്ച് ഒക്കെ ഉണ്ടായി. പിന്നെ അദ്ദേഹം ആ ഒരു ഉദ്യമം അവിടെ അവസാനിപ്പിച്ച്. പിന്നെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് യോഹ കഴിഞ്ഞ് ജോലിയിലൊക്കെ സമയത്ത് അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന്റെ ആഗ്രഹമാണല്ലോ, എന്റർപ്രണർ ആവണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാകുന്നു അദ്ദേഹത്തിന്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു ഓക്കെ, ഒരു 6 മാസം നിങ്ങൾ ട്രൈ ചെയ്ത് ശ്രമിച്ചു നോക്ക്, പറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അങ്ങനെ അദ്ദേഹം ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത്, അദ്ദേഹത്തിന് ജോലി റിസൈൻ ചെയ്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഫിനാൻഷ്യലി ഒരു ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോൾ ഇൻവെസ്റ്റർ അപ്രോച്ച് ചെയ്ത സമയത്ത് ഇൻവെസ്റ്റർ നല്ല രീതിയിൽ ഇൻവെസ്റ്റർ അപ്രോച്ച് ചെയ്ത് അദ്ദേഹം ഇദ്ദേഹത്തെ റിജക്ട് ചെയ്ത്, നോ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് വളരെയധികം വിഷമമായി. ഇനി മുന്നോട്ട് എങ്ങനെ പോകും, കാരണം പൈസ ഇല്ല, എങ്ങനെ മുന്നോട്ട് പോകും. അപ്പൊ അദ്ദേഹത്തിന്റെ വൈഫിനോട് അദ്ദേഹം പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ. വൈഫ് ഇദ്ദേഹത്തോട് പറഞ്ഞു, വൈഫ് ആ സമയത്ത് 8 മാസം പ്രഗ്നന്റും ആണ് കേട്ടോ. ആ വൈഫ് പറഞ്ഞു ഓക്കെ, നിങ്ങൾ 4 മാസമായിട്ടുള്ളൂ, ഇനി 2 മാസം ശ്രമിച്ചു നോക്ക് എന്ന് പറഞ്ഞു. അപ്പോ വൈഫ് പറഞ്ഞതിന്റെ ആ ഒരു പ്രചോദനത്തിൽ അദ്ദേഹത്തിന് അത് ഓക്കെ ചെയ്യാം. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് ആളുകളോട് ഒരു കാര്യം ചോദിക്കാൻ ഭയങ്കര ഒരു ഫിയറായി മാറി. അദ്ദേഹം ഭയങ്കര ഒരു പെയിൻഫുൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. ഒരാൾക്ക് നോന്ന് കിട്ടുമ്പോൾ ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല അല്ലെ? അപ്പൊ അദ്ദേഹം ഇത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും അദ്ദേഹം ഇങ്ങനെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത്. അപ്പൊ അദ്ദേഹം പല ബ്ലോഗൊക്കെ വായിച്ച്. പക്ഷെ അദ്ദേഹം ഒരു കാര്യം, ഒരു റിജക്ഷൻ തെറാപ്പി എന്ന് പറയുന്ന സംഭവം കണ്ടെത്താണ്. അത് ജേസൺ കോംലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കനേഡിയൻ ഒരു ഓണ്ടർപ്രണർ അദ്ദേഹം കണ്ടുപിടിച്ച റിജക്ഷൻ തെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. അതായത് 100 ദിവസം പല കാര്യങ്ങളും പല ആളുകളോട് ചോദിക്കുക, റിജക്ഷൻ ഏറ്റുവാകുക, എന്നിട്ട് അങ്ങനെ ഫിയർ മാറ്റിയെടുക്കുക എന്നുള്ളത്. അപ്പൊ ശരി, അപ്പൊ അദ്ദേഹം പറഞ്ഞു ഓക്കെ, അദ്ദേഹം വിചാരിച്ചു ഓക്കെ, ആ ഒരു പ്രോസസ്സിൽ കൂടെ ഒരു 100 ഡേയ്സിൽ പോയി നോക്കാം. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഈ പുസ്തകത്തിൽ വളരെ ഫുള്ളായിട്ട് പറയുന്നില്ലെങ്കിലും കുറെയൊക്കെ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്.
അപ്പൊ അദ്ദേഹം അതിന് മുന്നേ തന്നെ അദ്ദേഹം ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഒപ്പം തന്നെ ഒരു ബ്ലോഗും സ്റ്റാർട്ട് ചെയ്തത്. ഇദ്ദേഹത്തിന്റെ ഓരോ ദിവസത്തെ റിജക്ഷൻസിനെ ഷൂട്ട് ചെയ്തിട്ട് അദ്ദേഹം ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ഒപ്പം തന്നെ ഈ ഒരു ബ്ലോഗിൽ അദ്ദേഹം ഇതിനെ പറ്റിയിട്ട് എഴുതിയാൻ തുടങ്ങും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ അങ്ങനെ ഫസ്റ്റ് സീസൺ തന്നെ ഇയാള് ഭയങ്കര പേടിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഓഫീസിലുള്ള ഒരു സെക്യൂരിറ്റി ഗാർഡിനോട് പോയിട്ട് ഒരു 100 രൂപ കടം ചോദിക്കുകയാണ്. ഒരാളോട് 100 രൂപ കടം ചോദിച്ച് അയാൾ കൊടുത്ത ഇങ്ങനെ നോന്ന് പറഞ്ഞു. ഓഫ് കോഴ്സ് അയാൾ നോന്ന് പറയും, കാരണം അയാൾക്ക് ഒരു പരിചയമില്ലാത്ത ഒരാളാണ്. അപ്പോ ഇദ്ദേഹം അത് കേട്ടായിക്കുന്ന ഓക്കെ, അയാൾക്ക് റിജക്ഷൻ ആണ് വേണ്ടത്, റിജക്ഷൻ കിട്ടി പെട്ടെന്ന് പോയി. പക്ഷെ ഇയാൾ തിരിച്ചു വന്നിട്ട് ഞാൻ പറഞ്ഞില്ല, ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ വീണ്ടും കാണുമ്പോൾ ഈ നോ എന്ന് പറഞ്ഞതിന് ശേഷം ഇയാൾ ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട്, ഈ സെക്യൂരിറ്റി ഗാർഡ് വൈ എന്നുള്ള ചോദ്യം ചോദിച്ചു. ഇയാളെ കേട്ടില്ല, ഇയാളെ പേടി കൊണ്ട് ഇയാൾ ഇത് ഫുള്ള് കേട്ടില്ല. ഒരു പക്ഷേ ഇയാൾക്ക് ഈ വൈയുടെ ഉത്തരം പറഞ്ഞ പക്ഷെ പല ഉത്തരവും പറയാം, ഞാൻ അവിടെ ജോലി ചെയ്യുന്ന ആളാണ്, എന്റെ ബിൽഡിങ്ങിലാണ്, ചില ഒരു പക്ഷേ അത് ആ നോ ഒരു യെസ് ആയി മാറിയിരുന്നു. എപ്പോഴും നിങ്ങൾക്ക് വേണമെങ്കിൽ ആ യൂട്യൂബിൽ ഇപ്പൊ 100 days of rejection proof നടിച്ചു കൊടുത്ത ആ വീഡിയോസ് എപ്പോഴും കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ ഓരോ ദിവസം ഓരോ റിജക്ഷൻസ് എടുക്കുക. രണ്ടാമത്തെ ദിവസം അയാൾ ഒരു 5 fingers ബർഗർ ഷോപ്പിൽ പോയിട്ട്, ഇപ്പൊ സാധാരണ നമ്മൾ ഒരു ഷോപ്പിലൊക്കെ ഈ ക്യാപ്സിലൊക്കെ പോയി കഴിഞ്ഞ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഈ പെപ്സി ഒക്കെ റീഫിലായിട്ട് കിട്ടും. വെറുതെ അയാൾ ചോദിച്ച് എനിക്ക് രണ്ടാമത്തെ ദിവസം ആയപ്പോൾ കുറച്ചുകൂടി കോൺഫിഡൻസ് അയാൾക്ക് വന്നു കേട്ടോ, റീഫില് തരുമോ ചോദിച്ചത്, ബർഗർ റീഫില് അയാൾ നോ എന്ന് പറഞ്ഞു, അവിടെ കൊടുക്കുന്നില്ല. അങ്ങനെ മൂന്നാമത്തെ ദിവസം ഇദ്ദേഹം ഒരു ക്രിസ്പി ക്രീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോണറ്റ് ഒരു ഷോപ്പാണ്, ഡോണറ്റിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ക്രിസ്പി ക്രീം എന്ന് പറഞ്ഞിട്ടുള്ളത്. അവിടെ പോയിട്ട് അവിടുത്തെ സ്റ്റാഫിനോട് ചോദിക്കുകയാണ്, എനിക്ക് അന്ന് ഒളിമ്പിക്സിന്റെ സമയമാണ്, അപ്പോൾ ഒളിമ്പിക്സിന്റെ ആകൃതിയിലുള്ള ഡോണറ്റ് ഉണ്ടാക്കി തരുമോ ചോദിക്കുകയാണ്. അപ്പോൾ ഈ അവിടുത്തെ സ്റ്റാഫ് പറയാണ് ഓക്കെ, അയാളൊന്ന് ആലോചിച്ചിട്ട് ഓക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പൊ അത് വളരെ അതിശയ അയാൾക്ക്, കാരണം ഒരു എസ് കിട്ടി, ഫസ്റ്റ് ഒരു എസ് കിട്ടി. അദ്ദേഹം ഒരു നോ ആണ് പ്രതീക്ഷിച്ചത്, പക്ഷെ എസ് കിട്ടി. ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ അത് ഉണ്ടാക്കി കൊടുത്ത് അദ്ദേഹം അത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് എന്നിട്ട് അപ്ലോഡ് ചെയ്തതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ബ്ലോഗിൽ എഴുതുകയും ചെയ്തു. പിന്നെ അങ്ങനെ പല അറ്റംപ്റ്റുകൾ നടത്തുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ അവിടെ US ഒരു സ്ഥലമുണ്ട്, നായ്ക്കളൊക്കെ വളർത്തുന്ന ആളുകളുള്ള സ്ഥലം. അവിടെ പോയിട്ട് ഇയാൾ ചോദിക്കുകയാണ് അവരോട് എന്റെ മുടി മുറിച്ച് തരുമോ, അല്ലെങ്കിൽ പിന്നെ മുടി വെട്ടി തരുമോ ചോദിക്കുകയാണ്. പിന്നെ ബാർബർ ഷോപ്പിൽ പോയിട്ട് ബാർബറുടെ ഞങ്ങൾ മുടി വെട്ടി തരട്ടെ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വിചിത്രമായ പല കാര്യങ്ങളും ഇയാൾ ചെയ്യണം. കാരണം ഇയാൾക്ക് ഈ ഫിയറിനെ ഓവർകം ചെയ്യണം, ഈ ഒരു നോ എന്നുള്ള റിജക്ഷൻ കിട്ടുന്നതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യണം. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ക്രിസ്പി ക്രീമിൽ അപ്ലോഡ് ചെയ്ത ആ വീഡിയോ ഉണ്ടല്ലോ, അത് ഭയങ്കര വൈറലായിട്ട് മാറുകയാണ്. അത് ആരോടുത്ത് റെഡിറ്റ് എന്നുള്ള പ്ലാറ്റ്ഫോം ഉണ്ട്, ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. അപ്പൊ അതിലിട്ട് ഒരുപാട് ആളുകൾ അത് കാണുകയും അദ്ദേഹത്തിന് ഒരുപാട് ഇമെയിലുകൾ കിട്ടുകയാണ്. അത് പല ന്യൂസ് ചാനലുകളും ഹോളിവുഡിൽ നിന്നൊക്കെ ഒരുപാട് അയാൾക്ക് പല ഇൻവിറ്റേഷൻസ് വരികയാണ്. ഭയങ്കര ഫേമസ് അയാൾ. അപ്പോ അങ്ങനെ ഒരുപാട് ഇമെയിലുകളൊക്കെ കിട്ടുകയാണ്. പല ആളുകളും ഈ ഒരു ബുദ്ധിമുട്ട് കാരണം ഈ റിജക്ഷൻ കിട്ടുമോ എന്നുള്ള പേടിയുള്ള ഒരുപാട് ആളുകൾ നിന്ന് അദ്ദേഹത്തിന് കുറെ ഇമെയിലുകൾ കിട്ടുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് തീരുമാനിക്കുകയാണ് അദ്ദേഹത്തിന്റെ ബിസിനസ് സ്റ്റോപ്പ് ചെയ്ത് ഇതുപോലത്തെ ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഒരുപാട് ആളുകളുണ്ട് അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനത്തെ ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഈ റിജക്ഷനെ പറ്റി കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുകയാണ്. ഇതില് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, അദ്ദേഹം പറയുന്നത് ഒരാൾ നമ്മളോട് റിജക്ഷൻ പറയുന്നത് റിജക്ഷൻ ഒരു മനുഷ്യ സഹജമായിട്ടുള്ള കാര്യമാണ്. അതായത് ഈ പറയുന്ന അയാളുടെ മനോഭാവം, അയാളുടെ താല്പര്യം, അയാളുടെ സാഹചര്യം എന്നിവയൊക്കെ ആശ്രയിച്ചിട്ടിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ റിജക്ഷൻ എന്ന് പറഞ്ഞത്, റിജക്ഷന് ഒരു കണക്കുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു കാര്യം ഒരുപാട് ആളുകളോട് സെയിം കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് യെസ് ആക്കി മാറ്റാൻ പറ്റും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഫോർ എക്സാമ്പിൾ JK റോളിങ്ങിന് നമുക്ക് എല്ലാവർക്കും ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. അദ്ദേഹം ഹാരി പോട്ടർ ഒക്കെ എഴുതിയ JK റോളിങ് അറിയാം. ഒരുപാട് ആളുകൾക്ക് ഹാരി പോട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് പബ്ലിഷേഴ്സിന് അയച്ചു കൊടുത്ത് ഒരുപാട് റിജക്ഷൻ കിട്ടിയതിനു ശേഷമാണ് ഒരു അവസാനത്തെ ഒരു യെസ് കിട്ടി പബ്ലിഷ് ചെയ്ത് ലോക പ്രശസ്തമായിട്ടുള്ള ഒരു നോവലായിട്ട് ഈ ഹാരി പോട്ടർ മാറി. പിന്നെ ഈ റിജക്ഷൻ ചോദിക്കുന്ന സമയത്ത് മനോഭാവം, താല്പര്യം, ഈ സാഹചര്യം എന്നൊക്കെ പറഞ്ഞു. ഒരു എക്സാമ്പിൾ പറയാ, ഇദ്ദേഹം ഒരു വീട്ടിൽ പോയിട്ട് ഒരാൾ ചോദിക്കാൻ, ഞാൻ നിങ്ങളുടെ ഗാർഡനിൽ പൂവ് നടട്ടെ ചോദിക്കുന്നത്, ഒരു പൂവ് അവിടെ വെക്കട്ടെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് നമ്മളൊരു റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് അവരോട് ചോദിക്കുക എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം കൂടി ചോദിക്കണം എന്ന് പറയുന്നത്. വൈ എന്നുള്ള എന്താണ് കാരണം എന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. കാരണം ചിലപ്പോൾ അവർ പറഞ്ഞ് എൻ്റെ ഇവിടെ ഗാർഡനിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ വീട്ടിൽ നായുണ്ട് വന്നിട്ട് അത് നശിപ്പിക്കും. അപ്പോ ഈ റിജക്ഷൻ എന്നുള്ളത് ഒരിക്കലും
നമ്മളിത് പേഴ്സണലായിട്ട് എടുക്കാതെ അതിനെ വളരെ ശാസ്ത്രീയപരമായിട്ട് നമ്മൾ എടുക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ശരിയായ ആളുകളോട് നമ്മൾ ചോദിക്കുക. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാച്ചെങ്കിൽ ഒരു കാര്യം നമ്മൾ നേടുന്ന അതിൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അതിനോട് താല്പര്യമുള്ള ആളുകളോട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു കാറ്റഗറീസ് ഉള്ള ആളുകളോടൊക്കെ ചോദിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ റിജക്ഷനെ നമുക്ക് സ്വയം മെച്ചപ്പെടുത്താനുള്ള ഒരു ടൂളായിട്ട് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഇന്റർവ്യൂവിന് പോവുക. അപ്പോൾ ഒരു ഇന്റർവ്യൂവിന് പോയിട്ട് നമ്മൾ റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് റിജക്ഷൻ കിട്ടി അതിനെപ്പറ്റി കൂടുതൽ പഠിച്ച് കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ഒരു ടൂളായിട്ട് എന്ത് ചെയ്യാം നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പൊ റിജക്ഷൻ എന്ന് പറഞ്ഞ ഒരു കാര്യം ഒരിക്കലും ഒരു അവസാന വാക്കല്ല. അതായത് ആ പറയുന്ന ആളുടെ സാഹചര്യം, അയാളുടെ മനോഭാവം, ഇതിനൊക്കെ അടിസ്ഥാനപ്പെട്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളാണ് പറയുന്നത്. ഇതൊരു ലൈഫ് സേവിങ് ബുക്കാണ്. ആക്ച്വലി നിങ്ങൾ എല്ലാവരും വായിക്കണം. കാരണം നമ്മളെ പോലുള്ള ഡെയിലി നമ്മൾ പല ആളുകളോട് സംസാരിക്കുന്നതാണ്. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ഇപ്പോ എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞ് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്ന ആളുകളാണ്. ചിലപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് റിജക്ഷൻ കിട്ടിയായിരിക്കാം. അപ്പോൾ അതിനൊന്നും തളരാതെ റിജക്ഷനെ എന്തുകൊണ്ട് റിജക്ഷൻ കിട്ടി അതിനെപ്പറ്റി പഠിച്ച് അതൊരു വിജയത്തിലേക്കുള്ള ഒരു ആയുധമാക്കി മാറ്റാൻ ഈ പുസ്തകം എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. ഇത് അദ്ദേഹത്തിന്റെ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. ആ ലൈഫ് എക്സ്പീരിയൻസിൽ അദ്ദേഹം ഇതിൽ വിജയിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോ എല്ലാവർക്കും ഇതാണ് കൂടുതലായിട്ട് ഈ പുസ്തകത്തെ പറ്റി ഒന്നും പറയാനില്ല. അപ്പൊ എല്ലാവർക്കും ഒരുപാട് റിജക്ഷൻസ് കിട്ടട്ടെ, ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ പുസ്തകത്തെ പറ്റി ഇത്രയും പറയാനുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഷാബ്. ഇതിപ്പോ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാര്യമാണ്. നമ്മൾ റിജക്ഷൻ എന്ന് പറയുമ്പോ എന്നൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും നമ്മുടെ മനസ്സിലേക്ക് അങ്ങനെ വല്ലാണ്ട് അങ്ങനെ എഫക്ട് ചെയ്യില്ല എന്ന് പറയുന്ന വ്യക്തിയാണ് ഞാനും. അങ്ങനെ വല്ലാണ്ട് എഫക്ട് ചെയ്യാറില്ല. പക്ഷെ അങ്ങനൊക്കെ നമ്മൾ ഭയങ്കര കോൺഫിഡന്റ് ആണ്. നമ്മള് എവിടെയാണോ ആ സ്ഥലത്ത് സെക്യൂർ ആണെങ്കിലും ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിന് പോലും റിജക്ഷൻ കിട്ടിയ ചെറിയതായിട്ട് എപ്പോഴൊക്കെയോ മനസ്സിങ്ങനെ ലൈക്ക് ഒരു ചെറുതെങ്കിലും വന്നിരിക്കും. അത് എത്രത്തോളം അത് നമ്മളെ എഫക്ട് ചെയ്യുന്നെങ്കിലും വരും. തീർച്ചയായിട്ടും നമ്മൾ റിജക്ഷൻ കിട്ടുമ്പോൾ നമ്മൾ റിജക്ഷൻ നമ്മൾക്ക് ജനിക്കുമ്പോൾ കിട്ടുന്നതല്ല. നമ്മളത് പരിശീലിച്ചിട്ട് മാറ്റേണ്ട കാര്യമാണ് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇത് നമുക്ക് ഭയങ്കര പെയിൻഫുൾ ആയിട്ട് സംഭവമാണ്. നമ്മൾ മാനസികമായിട്ട് തളരും അല്ലെ. റെജിന പറഞ്ഞ കാര്യം ചില ആളുകൾക്ക് ഇത് പ്രശ്നം ഉണ്ടാവില്ല. ചില ആളുകൾക്ക് ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ ഒരുപാട് ആളുകളെ മീറ്റ് ചില ആളുകൾക്ക് ഒരു കാര്യം ചോദിക്കാൻ വളരെ പേടിയാണ്. അത് അയാൾ നോ പറയുമോ എന്നുള്ള പേടിച്ചിട്ട് ഒരുപാട് ആളുകളുണ്ട്. നിങ്ങളെ പോലുള്ള ഒരുപാട് ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ള ഭയങ്കര കോൺഫിഡൻസ് ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഉണ്ടായിക്കോളുന്നില്ല. പക്ഷെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഫെയർ കൊണ്ട് ഉള്ള ആളുകളുണ്ട്. ഇപ്പൊ ഈ പ്രോഗ്രാമിൽ തന്നെ ഞാൻ റിജക്ഷൻ തെറാപ്പി ഈ പുസ്തകം വായിച്ചതിന് ശേഷമാണ് ഞാൻ വെറുതെ ചോദിച്ചതാണ് സഫോർഡ്. എനിക്കറിയാം ചിലപ്പോൾ നോന്ന് കിട്ടും എന്നുള്ള പ്രതീക്ഷയോട് ചോദിച്ചു തന്നെയാണ്. പക്ഷെ അതൊരു യെസ് ആയിട്ട് മാറി. പിന്നെ എനിക്ക് തോന്നി ഈ പുസ്തകത്തെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരാം, നിങ്ങൾക്കൊരു ഹെൽപ്ഫുൾ ആവും എന്ന് തോന്നിയതുകൊണ്ടാണ് ഈ പുസ്തകത്തെ പറ്റി പറയാൻ വിചാരിച്ചത്. സത്യം പറയാച്ചെങ്കിൽ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിൽ ഭയങ്കര ഒരു ഭയമുണ്ട്. പക്ഷെ ഞാനിങ്ങനെ മനസ്സോട് പറഞ്ഞ് പേടിക്കണ്ട, അത് കുറച്ച് അപകടകാരികളായിട്ടുള്ള ആൾക്കാരല്ല, നല്ല ആളുകളാണ്. ഇതൊക്കെ എന്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു പ്രോഗ്രാമിൽ വന്നത്. അതെ, അതൊക്കെ തീർത്തും ശരിയായ വിചാരങ്ങളാണെന്നൊക്കെ. അപ്പോ അടുത്തതായിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി ഞാൻ അജ്ന ഷിറിനെ ക്ഷണിക്കുന്നു. തീർച്ചയായിട്ടും. ഗുഡ് ഈവനിങ്. ഞാൻ റിജക്ഷൻ പ്രൂഫ് എന്ന ബുക്ക് ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് റിവ്യൂ കേട്ടപ്പോ റെലവന്റ് ആയിട്ടുള്ള ഒരു ബുക്കാണെന്ന് മനസ്സിലായി. കാരണം ആ റിജക്ഷന് ശേഷം വൈ എന്നുള്ള ചോദ്യം ചോദിക്കണം എന്ന് പറഞ്ഞ ഒരു പോയിന്റ് അത് റെലവന്റ് ആയിട്ട് എനിക്ക് തോന്നി. നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. ചിലപ്പോ ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ പലരും ചിലപ്പോ ഇനി കുറെ റിജക്ഷൻസ് ഒക്കെ കിട്ടാൻ സാധ്യതയുള്ള ആൾക്കാരാണ്. ഇൻഷാ അല്ലാഹ് നല്ലപോലെ ഫേസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ബുക്ക് വായിക്കാൻ വേണ്ടി ട്രൈ ചെയ്യും. ഇൻഷാ അല്ലാഹ്. താങ്ക് യു വെരി മച്ച്. ഒരു പോയിന്റ് കൂടി ആഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം വെച്ചാൽ നമ്മൾ ഇപ്പോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് 100 തവണയും ശ്രമിക്കുക എന്ന് പറയും. 100 തവണ ശ്രമിക്കാണ്ട് മുന്നേ തന്നെ ഫോർ എക്സാമ്പിൾ ഒരു ജോലി കിട്ടണമെന്ന് വെച്ചാൽ 100 എംപ്ലോയിയുടെ അടുത്ത് പോയിട്ട് നമ്മൾ ജോലി ചോദിക്കുന്നത് ഒരു 10 ആളടുത്ത് പോയി ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടിയിരിക്കും. അങ്ങനെ ജോലി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലും അറേഞ്ച് ചെയ്ത് തരാം. കാരണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. അങ്ങനെ ഓരോ റിലേഷൻ നമ്മൾ കേൾക്കുന്നവർ നമ്മൾ കോൺഫിഡന്റ് ആയി മാറും. നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് കിട്ടും. നമ്മളത് ഓവർകം ചെയ്യും, സക്സസ് ആവും. Thank you, Azna. Next, I would like to welcome Ansila for the feedback.
ഹലോ, കേക്കുന്നില്ലേ? ഹലോ. കേൾക്കുന്നുണ്ട് ആ കേൾക്കുന്നുണ്ട്. ഞാന് ഈ ബുക്ക് ഇതുവരെ വായിച്ചിട്ടില്ല. പക്ഷെ ഇത് കേട്ടപ്പോ നല്ല ത്രില്ലിംഗ് ആയിട്ട് തോന്നി. കാരണം ലൈഫിൽ ഒരുപാട് റിജക്ഷൻ പല ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും കാര്യമാക്കിയിട്ട് ഞാൻ എടുത്തിട്ടില്ല. പല ടൈപ്പ് റിജക്ഷൻസ് നമ്മളെ ലൈഫിൽ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ റൊമാൻറ്റിക് ആയിട്ട്, അതേപോലെ തന്നെ ഫാമിലി റിജക്ഷൻസ് ഉണ്ടാവും. അപ്പൊ ഇപ്പത്തെ ഒരു നിലവില് ഈ റൊമാൻറ്റിക് ആയിട്ടുള്ള റിജക്ഷൻസ് എന്ന് പറയുമ്പോൾ ഈ ബ്രേക്കപ്പ് ആവുക അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഇപ്പൊ കുട്ടികൾക്ക് അത് ഫേസ് ചെയ്യാനുള്ള ആ ഒരു സ്ട്രെങ്ത് ഇപ്പത്തെ മക്കൾക്കില്ല. അതാണ് പലതും ഇപ്പൊ അതെ കുറെ മുന്നൊക്കെ ആയിട്ട് സൂയിസൈഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതെ എന്റെ തീർച്ചയായിട്ടും. ഇപ്പോ നമ്മളിപ്പോ ഈ റിജക്ഷൻ ഇപ്പൊ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയോട് ഇഷ്ടാന്ന് പറഞ്ഞാൽ പെൺകുട്ടി റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആസിഡൊക്കെ വെച്ച് പല കേസുകളും നമ്മൾ കേട്ടിട്ടുണ്ട്. അതെ. അപ്പൊ അതുപോലെ തന്നെ ഫാമിലി റിജക്ഷൻസ് ഇപ്പൊ ചെറിയ മക്കൾക്കായി ഫാമിലിന്ന് ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ നോ പറയുമ്പോഴും അല്ലെങ്കിൽ വേണ്ടാന്ന് പറയുമ്പോഴും അത് മക്കൾക്കും പല ടൈപ്പ് സൈഡ് അതെ എഫക്റ്റ് ആണ് അതിൽ അതെ ഉണ്ടായിട്ടുണ്ടാവുന്നത്. അപ്പൊ തീർച്ചയായും എന്തുകൊണ്ടും തീർച്ചയായും. നല്ലൊരു ബുക്കായിട്ടൊക്കെ തോന്നി. അപ്പൊ അത് വായിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. എന്തായാലും വായിക്കണം. എന്തായാലും എല്ലാവരും വായിക്കേണ്ട പുസ്തകം ലൈഫ് സേവിംഗ് ബുക്ക്. വൺ ടൈം വായിക്കേണ്ട പുസ്തകമാണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. എന്തായാലും വായിച്ചു നോക്ക്. ഓക്കെ. അപ്പൊ എന്തായാലും ഇത് ഈ ബുക്ക് ഇവിടെ സജസ്റ്റ് ചെയ്തതിന് താങ്ക് യു. ഓക്കെ, താങ്ക് യു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു അൻസില. നമുക്ക് ടൈം ഇഷ്യൂ ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യണോ? ഇല്ല കുഴപ്പമില്ല. റെജീന ഒരു കാര്യം പറയട്ടെ. യെസ്. റെജീന ഫസ്റ്റ് എന്നോട് ചോദിച്ചു സഫയുടെ ഹസ്ബൻഡിന് എന്താണ് പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്ന്. അത് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞങ്ങളുടെ പ്രോഗ്രാം അത്രയും ആൾക്കാരുടെ ഇടയിലേക്ക് എത്തുന്നുണ്ട്. അവര് റെജീനോട് യാതൊരു ഇതും ഇവിടെ ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് അടുത്ത ആഴ്ച തന്നെ നമുക്ക് ആളെ കൊണ്ട് ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞു. എന്തായാലും നല്ലൊരു പുസ്തകമാണ് ഇതിലൂടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. കാരണം ഇന്നത്തെ തലമുറയിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കേൾക്കുമ്പോഴേക്കും പോയി സൂയിസൈഡ് ചെയ്യുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു തലമുറയിൽ പെട്ടവരെ നിർബന്ധമായിട്ടും വായിക്കേണ്ട ഒരു പുസ്തകമാണ്. എന്തായാലും വളരെ നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും പങ്കെടുത്തതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും എക്സ്പ്രസ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ മുന്നോട്ട് വരാം. ഹലോ ഷീബിൻ. ഹലോ, ഞാൻ ഫാത്തിമയാണ്. വളരെ നല്ലൊരു സെഷനായിട്ട് തോന്നി. എന്താ പറയാ, ഫീഡ്ബാക്ക് സെഷനൊക്കെ ഒരു ഫോർമൽ വേലാണ് ഇവിടെ നടക്കാറുള്ളത്. ഇന്ന് അതൊരു ഇന്ററാക്റ്റീവ് സെഷനായി. നീ അതിന് റിപ്ലൈ ഒക്കെ പറഞ്ഞ് എന്തായാലും വളരെ നല്ലൊരു പ്രസന്റേഷൻ ആയിട്ട് തോന്നി. ഒട്ടും ബോറടിക്കാതെ കേട്ടിരുന്നു. എന്തായാലും ഞങ്ങളുടെ ജീവിതത്തില് ആവശ്യമുള്ള ഒരു പുസ്തകം തന്നെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. താങ്ക് യു. വളരെ നന്നായിരുന്നു. ആൾക്കാർക്ക് പേടി മാറിയിട്ടില്ല ഈ മറ്റേ മൈക്കൊക്കെ ഓണാക്കി സംസാരിക്കാൻ. അതെ. പിന്നെ നീ പറഞ്ഞ് പേടിയുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ഒട്ടും അത് ഫീൽ ചെയ്തില്ല. തീർച്ചയായും നമുക്കൊരു ഫിയർ ഉണ്ടാവും. അത് നമ്മുടെ മനുഷ്യ സാഹചര്യം, നമ്മുടെ DNA ഓൾറെഡി ഉള്ളതാണ്. കുറച്ച് ഓഡിയൻസിന്റെ മുന്നിൽ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ള എനിക്ക് പേടിയുണ്ട്, സ്വാഭാവികം. അപ്പൊ താങ്ക് യു. ഓക്കെ, താങ്ക് യു. മറ്റാർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നൗസ് ദ ടൈം. നോക്ക്. ഷേബി, ഞാൻ അശ്വതിയാണ്. അശ്വതി, വളരെ നല്ല അവതരണമായിരുന്നു. ഈ പറഞ്ഞ മാതിരി പേടിയൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല. പിന്നെ ഞങ്ങൾ ഇതുവരെ അവതരിപ്പിച്ച ഒരു റിവ്യൂവിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്റ്റൈലായിരുന്നു. അപ്പൊ നമ്മുടെ ഇടയിലുള്ള ആൾക്കാരല്ലാണ്ട് ഇതുപോലെ പുറത്തുനിന്നും അങ്ങനെ വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം അത് ബാക്കിയുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ ആണ്. ഇപ്പൊ ഇവിടെ എന്റെ അടുത്ത അമ്മയുണ്ട്. സാധാരണ അമ്മ എല്ലാ ഫ്രൈഡേയും വീട്ടിൽ വരുമ്പോ ഇന്നും കൂടി ഇത് ഓഫ് ചെയ്ത് വെച്ചുകൂടെ, ഇവിടെ വന്നാലും ഇതാന്ന് ചോദിക്കും. പക്ഷെ ഇന്നിപ്പോ ഷെയ്ബിനാന്ന് പറഞ്ഞപ്പോ അമ്മ വേഗന്റെ അടുത്ത് ഫുൾ അടുത്തിരുന്ന് കേട്ടു. ഇവിടെ അടുത്തുണ്ട് കേട്ടോ, ഞാൻ പറയാം. ഹലോ ഷൈബിൻ, വളരെ നന്നായിരുന്നു. വളരെ നന്നായിരുന്നു. താങ്ക് യു വെരി മച്ച്. ടീച്ചറുടെ ഒക്കെ സ്റ്റുഡന്റ് അല്ലേ ഞാന്. എന്തായാലും തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ നല്ല സന്തോഷമായിരുന്നു. അപ്പൊ ഞാനുണ്ട് കേൾക്കാൻ എന്റെ കൂടെ വന്നിരുന്നു. നല്ല സന്തോഷം. താങ്ക് യു വെരി മച്ച് ടീച്ചറെ. ഓക്കെ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.
അതെ, അപ്പൊ ഞാൻ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല. അപ്പൊ ഇതുവരെ എക്സ്പ്രസ് ചെയ്താൽ തന്നെ വി കൻ അണ്ടർസ്റ്റാൻഡ്. അത് ആ ഒരു ഇമ്പാക്ട് നല്ല നിലയ്ക്ക് ഷോപ്പിനെ ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഈവൻ മൈ ഹസ്ബൻഡ് ജോയിൻ ടുഡേ അറ്റ് ദ ലാസ്റ്റ് മൊമെന്റ് ആണെങ്കിലും ഇവൻ ജോയിൻ. അപ്പൊ അങ്ങനെ ഒരു അറ്റംപ്റ്റ് എല്ലാവരും ഹസ്ബൻഡുമാർക്കും ഒരു പ്രചോദനമാവട്ടെ. എല്ലാവരുടെ ഹസ്ബൻഡുമാരൊക്കെ വന്നിട്ട് ഇതുപോലെ പുതിയ പുസ്തകത്തിന്റെയും സിനിമയുടെയും കഥകളൊക്കെ പറയട്ടെ. നമുക്ക് എല്ലാവർക്കും അത് കേൾക്കാം അല്ലെ. ഇതൊരു കമ്മ്യൂണിറ്റിയായി മാറട്ടെ, വലിയൊരു കമ്മ്യൂണിറ്റിയായി മാറട്ടെ. തീർച്ചയായിട്ടും താങ്ക് യു. തീർച്ചയായും. അപ്പൊ എനിവേ എല്ലാവർക്കും ജോയിൻ ചെയ്തതും പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ഷോപ്പ്. താങ്ക് യു വെരി മച്ച്.